إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله تعالى من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وصفيه وخليله وخيرته من خلقه وأمينه على وحي أرسله ربه رحمة للعالمين وحجة على العباد أجمعين. فهدى الله تعالى به من الضلالة وبصر به من الجهالة وكثر به بعد القلة وعنى به بعد الغيلة. صلى الله عليه وسلم وبارك عليه وعلى آله الطيبين وأصحابه الضر الميامين. ما اتصلت عين بنظر ووعت أذن بخبر وسلم تسليما كثيرا. أما بعد فإن خير أصدق الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. فصل لربك وانحر. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ പ്രിയം നിറഞ്ഞ വിശ്വാസിനികളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ വിധിവിലക്കുകൾ, നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്ന് ആദ്യമായി ഞാൻ എന്നോടും തുടർന്ന് നമ്മൾ ഓരോരുത്തരോടും അതറിയിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിന്റെ രഹസ്യവും പരസ്യവും കഴിവിന്റെ പരമാവധി ലൗകികനാഥനായ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിലേക്ക് അടുക്കാൻ സാധ്യമാകുന്ന പ്രധാനപ്പെട്ട ഒരു ആരാധന കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. ഈദുൽ അദ്ഹയോട് അനുബന്ധിച്ച് വിശ്വാസികൾക്ക് ഇത് പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ട കാര്യമാണ്. ബലിപെരുന്നാളിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഉദുഹിയ എന്ന ഇബാദത്തിനെ മുസ്ലിം സമൂഹത്തിൽ പലരും അശ്രദ്ധരാണ് എന്നുള്ളതാണ്. സമ്പത്തുള്ള പലരും
ബലികർമ്മത്തിൽ പങ്കാളികളാകാൻ മടിക്കുന്നു എന്നതും ഒരു വസ്തുതയാണ്. മുസ്ലിം നാമധാരികളായ ചിലർ ഈ കർമ്മത്തെ തന്നെ നിഷേധിച്ചു കളയുന്ന, അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ മുസ്ലിങ്ങളിൽപ്പെട്ട പല ആളുകളും ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബലികർമ്മത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ ഇപ്പോൾ തന്നെ നമുക്ക് ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസത്തിൽ വരുന്ന പെരുന്നാളിനോട് അനുബന്ധിച്ചുള്ള ആ ബലികർമ്മത്തിൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു കർമ്മത്തിൽ, ഒരു ആരാധന കർമ്മത്തിൽ നമുക്ക് പങ്കാളിയാകാൻ സാധിക്കും എന്നുള്ളതാണ്. അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ആരാധനയാണ് ബലികർമ്മം എന്നുള്ളത്. ബലി അള്ളാഹു അല്ലാത്ത ഒരാൾക്കും അർപ്പിക്കാൻ പാടില്ല എന്നതും വളരെ വ്യക്തമാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു കൗസറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇന്നാ അഅതൈനാകൽ കൗസർ ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മം അറുക്കുകയും ബലികർമ്മം ചെയ്യുകയും ചെയ്യണമെന്ന വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. ഈ ബലികർമ്മം പ്രവാചകനോ അല്ലെങ്കിൽ ബദരീങ്ങൾക്കോ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോ അങ്ങനെ തുടങ്ങിയിട്ടുള്ള അള്ളാഹു അല്ലാത്ത ആർക്ക് നൽകിയാലും അത് ശിർക്കാണ്. അത് ഇസ്ലാമിൽ പ്രോത്സാഹനീയമല്ല, അത് ചെയ്യാൻ പാടില്ലാത്തതുമാണ്. അങ്ങനെ ചെയ്യുന്നവൻ ഫഖദ് ളല്ല ളലാലൻ ബഈദ, ബഹുദൂരം വഴിപിഴച്ചു പോകുന്നവനാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഏകനായ അള്ളാഹുവിന് മാത്രം അർപ്പിക്കേണ്ട ഒരു കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. അതാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫസ്വല്ലി ലിറബ്ബിക വൻഹർ. നിന്റെ നിസ്കാരവും നിന്റെ അറവും നിന്റെ ബലിയും അള്ളാഹുവിനുമാണ് നീ കൽപ്പിക്കേണ്ടത്, നൽകേണ്ടത് എന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. പുരാതന കാലം മുതൽ മതസമൂഹങ്ങളിൽ ദൈവപ്രീതിക്കായുള്ള മൃഗബലി പുണ്യമായി കരുതപ്പെട്ടു വരുന്നത് നമുക്ക് കാണാം. ഇസ്ലാമും പ്രപഞ്ച സൃഷ്ടാവിനെ വണങ്ങുന്നതിനുള്ള ഒരു രൂപമായാണ് ബലിയെ നിശ്ചയിച്ചിട്ടുള്ളത്. ബലിമൃഗങ്ങൾ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ് എന്നും അത് നിങ്ങൾ നിർവഹിക്കണമെന്നും വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിക്കുന്നത് കാണാം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് കാണാം, വൽ ബുദന ജഅൽനാഹാ ലക്കും മിൻ ശആരില്ലാഹി ലക്കും ഫീഹാ ഖൈറുൻ. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് ബലി ഒട്ടകങ്ങളെ നാം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ചിഹ്നങ്ങളിൽ പെട്ടതാക്കിയിരിക്കുന്നു. നിങ്ങൾക്ക് അവയിൽ ഗുണമുണ്ട്. അതിനാൽ അവയെ ഒരു കാൽ ബന്ധിച്ചുകൊണ്ട് 3 കാലുകൾക്കിന്മേൽ നിർത്തിക്കൊണ്ട് അവയുടെ മേൽ നിങ്ങൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ ബലി അർപ്പിക്കുക എന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അടയാളങ്ങൾ, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തന്ന അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് ബലി നൽകാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള മൃഗങ്ങൾ എന്നുള്ളത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അത് വ്യക്തമായി നമ്മെ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. നോക്കൂ സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ അടയാളങ്ങളെ ബഹുമാനിക്കൽ നിർബന്ധവും തഖ്വയുടെ ലക്ഷണവുമായി കൊണ്ടാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു നൽകുന്നത്. അപ്പോൾ ബലി നൽകുന്ന മൃഗത്തിനോടുള്ള ഒരു ബഹുമാനം, അതിനോടുള്ള സൂക്ഷ്മത, അതിനെ നമ്മൾ ഏറ്റവും നന്നായി പരിചരിക്കുക എന്നുള്ളതും തഖ്വയുടെ ഭാഗമാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു നൽകിയിട്ടുള്ളത്. അത്രമേൽ ശ്രേഷ്ഠമായ അള്ളാഹുവിന്റെ ശആഇല്ല എന്നാണ് വിശുദ്ധ ഖുർആൻ അതിനെ പരിചയപ്പെടുത്തുന്നത്. അള്ളാഹുവിന്റെ അടയാളമാണ് ബലിമൃഗങ്ങൾ എന്ന് പറയുന്നതെന്നും നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് വിശുദ്ധ ഖുർആൻ പറയുന്നു, ദാലിക മൻ യുഅല്ലിം ശആഇറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, അത് വല്ലവനും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് ഹൃദയങ്ങളിലെ ധർമ്മനിഷ്ഠയിൽ നിന്നുണ്ടാകുന്നത് എത്രയെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നത്. ഹൃദയങ്ങളിൽ തഖ്വയുള്ള, ഹൃദയങ്ങളിൽ സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനെത്രേ, ആ അള്ളാഹുവിൽ സൂക്ഷ്മത പാലിച്ചു ജീവിക്കുന്ന ഒരു മനുഷ്യനെത്രേ ആ ഒരു ബലികർമ്മത്തെ, അതിനോടുള്ള ഒരു ബഹുമാനത്തെ വെച്ചു പുലർത്താൻ സാധിക്കുകയുള്ളൂ എന്നും വിശുദ്ധ ഖുർആൻ പറയുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അത്രമേൽ ശ്രേഷ്ഠമായ ലോകേകനാഥന് നമ്മൾ അർപ്പിക്കേണ്ട ഒരു ബലികർമ്മത്തെയാണ്
നമ്മൾ ഇനി ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ നിർവഹിക്കാനിരിക്കുന്നത്. അതിന്റെ ചില കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാം. ഒന്നാമതായി ബലിയുടെ സന്ദേശത്തെ പറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നത്, തനിക്ക് പ്രിയപ്പെട്ടതും ഒരു ജീവൻ പോലും ദൈവശ്വാസനമുണ്ട് എങ്കിൽ ബലി നൽകാൻ തയ്യാറാണെന്ന അടിമയുടെ തീരുമാനത്തിന്റെ സന്ദേശമാണ് ബലിയിലൂടെ ഇസ്ലാം നൽകുന്നത്. നോക്കു സുഹൃത്തുക്കളെ, ഒരു ബലിയുടെ സന്ദേശം എന്ന് പറയുന്നത് ഒരു ആടിനെ അറുത്തു കൊടുക്കലോ, ഒരു പോത്തിനെ അറുത്തു കൊടുക്കലോ, ഒരു ഒട്ടകത്തെ അറുത്തു കൊടുത്ത് അതിന്റെ മാംസം ഭക്ഷിക്കലോ എന്നതിനപ്പുറത്ത് ഒരു ബലിയുടെ സന്ദേശം എന്ന് പറയുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതും കാത്തിരുന്നു തനിക്ക് ലഭിച്ച കൺമണിയെ അല്ലാഹു സുബ്ഹാനഹു തആല കൽപ്പിക്കുമ്പോൾ അത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണെങ്കിലും അല്ലാഹുവിന് വേണ്ടിയാണോ അത് നൽകാൻ ഞാൻ തയ്യാറാണെന്നും പറയുന്ന, അങ്ങനെ പ്രഖ്യാപിക്കുന്ന ഒരു അടിമയുടെ തീരുമാനത്തിന്റെ സന്ദേശമാണ് ബലി എന്ന് പറയുന്നത്. ഞാൻ അല്ലാഹുവിന് മുമ്പിൽ എന്തിനും തയ്യാറാണ് എന്നതിന്റെ പ്രഖ്യാപനമാണ് ഈ അടിമ ഈ ഒരു ബലികർമ്മത്തിലൂടെ നടത്തുന്നതെന്നും നമുക്ക് കാണാം. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ, ബലി എന്ന് പറയുന്നത് അല്ലാഹുവിനുള്ള സമർപ്പണമാണ്. അല്ലാഹുവിനുള്ള സമർപ്പണമാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടതും ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളതും കണ്ണിന്റെ കൺമണിയായി സൂക്ഷിക്കുന്നതും ഹൃദയത്തിന്റെ ഹൃദയാന്തരങ്ങളിൽ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇഷ്ടപ്പെടുന്നതും അല്ലാഹുവിന്റെ മാർഗത്തിൽ സമർപ്പിക്കാനുള്ള ഒരു മനസ്സ്, ആ മനസ്സിന്റെ സന്ദേശമാണ് ബലി എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹ്യാ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ നിസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ സക്കാത്ത്, എന്റെ സ്വതക്കകൾ, എന്റെ ജീവിതം, വമമാതി എന്റെ മരണം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകേകനാഥനായ അല്ലാഹുവിനുള്ളതാണ് എന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ ഈ പ്രഖ്യാപനമാണ് നമസ്കാരങ്ങളിൽ വജ്ഹത്ത് നമ്മൾ ഓതുമ്പോൾ നെഞ്ചത്ത് കൈവച്ച് നെഞ്ചിന്റെ ആ പൾസ് ഇങ്ങനെ മാറി മാറി ഇടിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മൾ പറയുന്നത് ഇന്ന സ്വലാത്തി എന്റെ നിസ്കാരം റബ്ബിനാണ്, വനുസുഖി എന്റെ ബലി റബ്ബിനാണ്, വനഹ്യ എന്റെ ജീവിതം റബ്ബിനാണ്, വമമാതി എന്റെ മരണവും റബ്ബിനാണെന്ന് പറയുന്ന, നിരന്തരം പ്രാർത്ഥിക്കുകയും നിരന്തരം പറയുകയും വിശുദ്ധ ഖുർആൻ കൽപ്പിക്കുകയും ചെയ്ത സമർപ്പണ ബോധമാണ് ബലിയുടെ സന്ദേശമെന്നും ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കുക. പ്രിയമുള്ള സഹോദരങ്ങളെ, ബലിയുടെ ആത്മാവിനെ പറ്റി നമുക്ക് രണ്ടാമത്തെ പോയിന്റിലൂടെ പോകാം. ബലികർമ്മം അല്ലാഹുവിനുള്ള പരിപൂർണ സമർപ്പണമാണ്. അതിനാൽ നാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹുവിന്റെ വജ്ഹ് മാത്രമാകണം. അല്ലാഹുവിന്റെ ബലിമൃഗത്തിന്റെ ഇറച്ചിയോ രക്തമോ ആവശ്യമില്ല. അല്ലാഹുവിലേക്ക് എത്തുന്നത് നമ്മുടെ മനസ്സിലുള്ള സദുദ്ദേശം മാത്രമാണ് എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത് കാണാം. ലൻ യനാലല്ലാഹു ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ലൻ യനാലല്ലാഹു ലുഹൂമുഹാ, നിങ്ങളുടെ ഇറച്ചി അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് എത്തുന്നില്ല, അത് റബ്ബിന് വേണ്ട. വലാ ദിമാഉഹാ, അതിന്റെ രക്തം റബ്ബിന് വേണ്ട. വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, പക്ഷേ അല്ലാഹുവിന് ആവശ്യമുള്ളത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്നുള്ള ആ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് വരുന്ന ഒരു വിശ്വാസമുണ്ടല്ലോ, ആ ഒരു തഖ്വയുണ്ടല്ലോ, സൂക്ഷ്മതയുണ്ടല്ലോ, സമർപ്പണ ബോധമുണ്ടല്ലോ, ആ ആത്മാവാണ് ബലിയിൽ അടങ്ങിയിട്ടുള്ളത് എന്നും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. കദാലിക സഖറഹാ ലക്കും ലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വബശ്ശിരിൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലാഹു നിങ്ങൾക്ക് മാർഗ്ഗദർശനം നൽകിയതിന്റെ പേരിൽ നിങ്ങൾ അവന്റെ മഹത്വത്തെ പ്രകീർത്തിക്കേണ്ടതിനായി അപ്രകാരം അവൻ അവയെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നുവെന്നും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, റസൂലേ, സദ്വൃദ്ധർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു വെക്കുമ്പോൾ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾക്ക്, അല്ലാഹു നമുക്ക് ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് ഒരു അടിമയുടെ സമർപ്പണ ബോധമാണ്, നന്ദിയുള്ള ഒരു അടിമയുടെ ഏറ്റവും നല്ല കർമ്മമാണ് ബലി എന്നത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ഞാൻ ഇത്ര അറുത്തു എന്നതിന്റെ വലിപ്പം കാണിക്കാനുള്ളതല്ല,
ഇത്ര വലിയ ഉരുവാണ്, ഞാൻ അതിന് അറുത്തു കൊടുത്തതെന്നതിന്റെ വലിപ്പം കാണിക്കാനല്ല, ഇത്ര വീടുകളിലേക്ക് എന്റെ ഇറച്ചി, ഞാൻ കൊടുത്ത ഇറച്ചി എത്തിയിട്ടുണ്ട് എന്നതിന്റെ വലിപ്പം കാണിക്കാനുള്ളതല്ല. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് യാതൊരു ചിന്തയും കടന്നുകൂടാതെ, യാതൊരു പെരുമയും കടന്നുകൂടാതെ അല്ലാഹുവിലേക്കുള്ള സമർപ്പണ ബോധത്തോടു കൂടിയുള്ള ഒരു അർപ്പണമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ബലി എന്നുള്ളത്. നമുക്ക് വിശുദ്ധ ഖുർആൻ പരാമർശിച്ച 3 ബലികളെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ 3 ബലികളെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിച്ചു നൽകിയിട്ടുണ്ട്. അതിലൊന്ന് ആദം നബിയുടെ 2 മക്കൾ നടത്തിയ ബലിയാണ്. ഖാബീലും ഹാബീലും നടത്തിയ ബലി. ഉദ്ദേശം നല്ലതാകാത്തതിന്റെ പേരിൽ ഖാബീലിന്റെ ബലി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. നോക്ക്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 2 മക്കൾ ഹാബീലും ഖാബീലും. ഖാബീൽ എന്നൊരാള് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകി, ഹാബീലിനെ ബലി നൽകി. ആ ബലിയുടെ വിഷയത്തിൽ എന്താണ് ബലി നൽകിയതെന്നും എന്തിനാണ് ബലി നൽകിയെന്നൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും അവരുടെ നിയ്യത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. വത്തിലു അലൈഹിം നബഅഹും നബഅ ഇബ്ന ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാനൻ ഫതുഖബ്ബിലു മിൻ അഹദിഹിമാ വലം യുതഖബ്ബൽ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത് എന്താണ്? അവർക്ക് ആദമിന്റെ 2 പുത്രന്മാരുടെ വൃത്താന്തം സത്യപ്രകാരം പറഞ്ഞു കേൾപ്പിക്കുക നബിയെ. അവർ ഇരുവരും ഓരോ ബലിയർപ്പിച്ച സന്ദർഭം ഒരാളിൽ നിന്ന് ബലി സ്വീകരിക്കപ്പെട്ടു, മറ്റവനിൽ നിന്ന് ബലി സ്വീകരിക്കപ്പെട്ടിട്ടില്ല. മറ്റവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൊലപ്പെടുത്തുക തന്നെ ചെയ്യും. അവൻ ബലി സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു, ധർമ്മനിഷ്ഠയുള്ളവരിൽ നിന്നു മാത്രമേ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ എന്നതാണ്. ഹാബീൽ എന്ന ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ താൻ ചെയ്ത ധർമ്മനിഷ്ഠയോടുകൂടിയുള്ള ബലിയെ അല്ലാഹു സ്വീകരിക്കുമ്പോ ഈ വാർത്ത കേൾക്കുന്ന ഖാബീൽ എന്റെ ബലി അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഹാബീൽ പറയുമ്പോ ഖാബീലിനുണ്ടായ അസൂയ, ഖാബീലിനുണ്ടായ ദേഷ്യം നിമിത്തം ഹാബീലിനെ ഖാബീൽ അറുത്തുകളഞ്ഞു. സുഹൃത്തുക്കളെ, അത് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ആയത്തുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ചരിത്രമാണ്. ഇവിടെ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു നൽകുന്നത്, പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക സദ്വൃദ്ധർക്ക് 2 ആളുകളും ബലി നടത്തി. പക്ഷേ അള്ളാഹു സ്വീകരിച്ചത് ധർമ്മനിഷ്ഠയുള്ളവൻ എടുത്തുള്ള ബലിയാണ് എന്ന് പ്രവാചകരെ പറഞ്ഞു കൊടുക്കുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആൻ പരാമർശിച്ച 3 ബലികളിലെ 1ാമത്തെ ബലിയിൽ നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ്? ധർമ്മനിഷ്ഠയുള്ളവന്റെ ബലിയെ അള്ളാഹു സ്വീകരിക്കൂ എന്നുള്ളതാണ്. 2ാമത്തേത് ബനു ഇസ്രായേൽ സമൂഹം നടത്തിയ ബലിയാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ സമുദായത്തോട് സൂറത്ത് ബഖറയിലെ 67ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിന്ന് താഴോട്ട് ഇങ്ങോട്ടും മൂസ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം ഒന്ന് പറയാണ്. ഇദ് ഖാല മൂസ ലിഖൗമിഹി ഇന്നല്ലാഹ യഅമുറുകും അൻ തദ്ബഹൂ ബഖറ. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്നത്, സമുദായമേ, അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് അൻ തദ്ബഹൂ ബഖറ, ഒരു പശുവിനെ നിങ്ങൾ അറുത്തു കൊടുക്കണം, ഒരു കാളയെ നിങ്ങൾ അറുത്തു കൊടുക്കണമെന്ന് അല്ലാഹു പറയുന്നു. ഖാലു അത്തഖിദുനാ ഹസുവാ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. അവിടുന്ന് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പറയുമ്പോൾ അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അദ്ദേഹം മൂസ പറഞ്ഞു, ഞാൻ വിവരം കെട്ടവരിൽ പെട്ടുപോകാതിരിക്കാൻ അല്ലാഹുവിൽ അഭയം പ്രാപിക്കുന്നു. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുകയാണ്, പറയുന്നു, സമുദായമേ, നിങ്ങൾ ഒരു ബലി നൽകണം, ഒരു പശുവിനെ നിങ്ങൾ അറുത്തു കൊടുക്കണം. ആളുകൾ തിരിച്ചു മൂസയോട് ചോദിക്കുകയാണ്, ഞങ്ങൾ കളിയാക്കുകയാണോ മൂസ? ഇവിടെ ബലി നൽകാൻ ഒരു പശുവിനെ, എങ്ങനെയുള്ള പശുവിനെ നൽകണം? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഏത് തരത്തിലുള്ള പശു, എത്ര വയസ്സുള്ള പശു, എത്ര പ്രായമുള്ള പശു, ഏത് നിറത്തിലുള്ള പശു എന്നിത്യാദി ചോദ്യങ്ങൾ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുന്നു. എല്ലാത്തിനും അല്ലാഹുവിനോട് മൂസ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നു, ഉത്തരം ലഭിക്കുന്നു, അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നു. അവസാനം അവർ ഒരുപാട് പ്രസ്തുത ബലിയിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറാൻ ഒരുപാട് കുതന്ത്ര ചോദ്യങ്ങൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി ചോദിച്ചുകൊണ്ടിരുന്നു. എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ലഭിച്ചപ്പോൾ അവർക്ക് ബലി നിർബന്ധപൂർവമായി ആ ബലി നടത്തേണ്ടി വന്നു. അതിനവർ ഉപയോഗിച്ചത് നാട്ടിലെ ഏറ്റവും മുന്തിയ ഒരു ഉരുവിനെ ആയിരുന്നുവെന്നും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ
ആ ബലിയെ പറ്റി അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടി നടത്തിയ ബലിയാണ്. അതുകൊണ്ട് അവരുടെ ബലിയെ അല്ലാഹു സ്വീകരിച്ചിട്ടില്ല എന്നും വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ധർമ്മനിഷ്ഠയില്ലായ്മ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചതിനപ്പുറത്ത് എന്തിനു റബ്ബ് കൽപ്പിച്ചു, ഏത് നിറത്തിലുള്ളത് എന്നിത്യാദിയുള്ള ചോദ്യങ്ങൾ ഉരവിട്ടതിന്റെ പേരിൽ അല്ലാഹു അത് സ്വീകരിച്ചിട്ടില്ല എന്നും ചരിത്രത്തിന്റെ രണ്ടാമത്തെ ബലിയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത്തെ ബലി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബലിയാണ്. മൂന്നാമതൊരു ബലിയെ കുറിച്ച് കൂടി വിശുദ്ധ ഖുർആൻ പറയുന്നത് ആ ബലി നടന്നിട്ടില്ല എങ്കിലും ബലി എന്നതിന്റെ ആത്മാവായി അതിനെ കണക്കാക്കുന്നു. ഇബ്രാഹിം നബി തന്റെ മകൻ ഇസ്മായിലിനെ ബലി നൽകാൻ തയ്യാറായ സംഭവത്തെ കുറിച്ചാണ് ആ ബലിയെ പറ്റി പറയുന്നത്. ഈ ഓർമ്മ പുതുക്കലാണ് ഇന്ന് നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദൂഹിയ എന്ന് പറയുന്നത്. ബാഹ്യമായ കണക്കിൽ ഏറ്റവും നല്ല ഒരുവനെ തന്നെയാണ് ആദ്യത്തെ രണ്ടുപേരും ബലികർമ്മമായി നടത്തിയത്. പക്ഷേ അതിന്റെ പിന്നിലെ ആത്മാവായ തഖ്വ ചോർന്നു പോയതിനാൽ അവരുടെ ബലി വിഫലമായി തീർന്നു പോയെന്നതാണ്. ആരാധനകളിലെ തത്വ കൈമോശം വന്നാൽ പ്രിയമുള്ളവരെ പിന്നെ ബലികർമ്മങ്ങൾ ജീവനില്ലാത്തതാകും, ആത്മാർത്ഥത ഉണ്ടായില്ല എന്നതാണ്. ഏറ്റവും മുന്തിയ ഒരുവിനെ ബലി കഴിച്ചിട്ടും രണ്ട് വിഭാഗത്തിന്റെ ബലിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാതെ പോയത്. പക്ഷേ അതേ സമയം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബലിയെ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത് ആത്മാർത്ഥത നിറവിടവും അതുപോലെ തന്നെ തികഞ്ഞ സമർപ്പണവും ആത്മാർത്ഥതയുമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബലിയെ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നതും അല്ലാഹു അതിനെ നോക്കിക്കാണുന്നതും പ്രവർത്തനങ്ങളുടെ വലിപ്പത്തിലേക്കല്ല, മറിച്ച് അതിന്റെ ആത്മാർത്ഥതയിലേക്കാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥത കുടിയിരിക്കുന്നത് ഹൃദയങ്ങളിലാണ്. നമുക്കും ഉണ്ടാകേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിൽ ആത്മാർത്ഥത ഉണ്ടാകണം. അതിനാൽ അല്ലാഹു നോക്കുന്നത് ഹൃദയങ്ങളിലേക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും അവ അംവാലിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ രൂപത്തിലേക്കോ നിങ്ങളുടെ സമ്പത്തിലേക്കോ അല്ലാഹു നോക്കുകയില്ല. വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അഅമാലിക്കും. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നോക്കുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കാണ്. നിങ്ങളുടെ ഹൃദയങ്ങളിലേക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങളിലേക്കുമാണ് അല്ലാഹു നോക്കുന്നത്. തഖ്വ കുടികൊള്ളുന്നത് പ്രിയമുള്ള സഹോദരങ്ങളെ ഹൃദയങ്ങളിലാണ്. ആ ഹൃദയങ്ങളിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൃദയത്തിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് 3 പ്രാവശ്യം പറഞ്ഞു, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ, അത്തഖ്വ ഹാഹുനാ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തഖ്വയെ കുറിച്ച് പറയുന്നത് ഹൃദയത്തിൽ നിന്നുള്ളത് വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ അർപ്പിക്കേണ്ടത് ഹൃദയത്തിൽ നിന്നുണ്ടാകണം. ഫസ്വല്ലി, നീ നിസ്കരിക്കുക എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ, നിന്റെ റബ്ബിന് വേണ്ടി നീ നിസ്കരിക്കുക എന്ന് പഠിപ്പിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നുകൊണ്ടാകണം നമ്മുടെ നിസ്കാരം. അതുപോലെ തന്നെ വൻഹർ, നിന്റെ റബ്ബിന് വേണ്ടി നീ അർക്കണമെന്ന് ബലികർമ്മം ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിക്കുമ്പോ പ്രിയമുള്ള സഹോദരങ്ങളെ ആ തഖ്വയിൽ അധിഷ്ഠിതമായി ഒന്നാം സ്ഥാനം കരഗതമാക്കിയ പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ബലിയെ വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു നൽകിയ ആ തഖ്വയുള്ള ആ ബലിയിലേക്കാണ് നമ്മൾ മാതൃകയാകേണ്ടത്. അത്തരത്തിലുള്ള ബലിയിലേക്കാണ് നമ്മൾ പോകേണ്ടത്. ബലിയുടെ ചരിത്രം വളരെ ചുരുക്കി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മഹാന്മാരായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകന്മാരുടെ ആത്മസമർപ്പണത്തിന്റെ ചരിത്രമാണ് ദുൽഹിജ്ജയിലെ ബലിക്കുള്ളത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് സ്വാഫാത്തിന്റെ 100 മുതലുള്ള വചനങ്ങളിൽ ആ ചരിത്ര സംഭവം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വിവാഹം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും മക്കൾ ലഭിക്കാത്ത, കുട്ടിയെ ലഭിക്കാത്ത ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സ്വാലിഹായ സന്താനത്തിനു വേണ്ടി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്. റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ, അല്ലാഹുവേ സ്വാലിഹായ സന്താനത്തെ നൽകണേ എന്ന വർഷങ്ങളോളമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന, ആ പ്രാർത്ഥന സ്വീകരിച്ച റബ്ബ് ഇസ്മായിൽ എന്ന മകനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകുന്നു. ആ മകൻ പിതാവിനോടൊപ്പം നടക്കാൻ പ്രായമായപ്പോൾ അതിനെ അറുക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു. കരളിന്റെ കഷ്ണമായ
കണ്ണിന്റെ കൺപോളയായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്നോളം വളർന്നു എന്നായപ്പോ അള്ളാഹു കൽപ്പിക്കുന്നുണ്ട്, ഫലമ്മാ بلع معه سعي قال يا بني إني أرى في منامي أني أذبحك فانظر ماذا ترى. പൊന്നുമോനെ, അള്ളാഹു കൽപ്പിക്കുന്നു, ഞാനൊരു സ്വപ്നം കാണുന്നു. അള്ളാഹു കൽപ്പിക്കുന്നതായിട്ട് അള്ളാഹു പറയുന്നു, നിന്നെ അറുക്കാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുക്കാൻ വേണ്ടി പറയുമ്പോ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം വാപ്പയ്ക്ക് നൽകുന്ന മറുപടി ഉണ്ട്, ഖാല യാ അബതി അഫ്അൽ മാ തുഅമർ. എന്റെ വാപ്പച്ചിയെ, അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അതങ്ങ് നിറവേറ്റിക്കൊള്ളുക എന്ന അർപ്പണത്തിന്റെ, സമർപ്പണത്തിന്റെ തേജോജ്വലമായ ചരിത്രത്തിന്റെ ഭാഗമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആ ബലിയെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ ആ ഒരു ത്യാഗം നിറഞ്ഞ ജീവിതം, ആ അർക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുമ്പോൾ ആ അറവ് നടത്താൻ ഇറങ്ങി നിൽക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, തന്നോളം വളർന്ന ചെറിയ പ്രായമുള്ള ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇരുവരും കൂടി അറവ് കല്ലിലേക്ക് കയറുമായി കത്തിയുമായി നടന്നു പോകുന്ന രംഗം പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയം കൊണ്ട് അതിനെ ചിത്രീകരിക്കുകയും അതിൻ്റെ ഒരു ആത്മസമർപ്പണത്തിന്റെ ആ ഒരു ഹൃദയ ശുദ്ധിയെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനെ അറുക്കാനായി തുനിഞ്ഞപ്പോ അള്ളാഹു അത് തടയുകയും സ്വപ്നം സാക്ഷാത്കരിച്ചു എന്ന് സമ്മതിക്കുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അവർ അങ്ങനെ അറുക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുമ്പോ ഫലമ്മാ അസ്ലമ വതല്ലഹു ലിൽജബീൻ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഇതാ ഞാൻ എന്റെ കൽപ്പനയെ നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു. വനാദൈനാഹു അൻ ഇബ്രാഹിം, ഇബ്രാഹിം നബിയെ വിളിക്കുകയാണ്, യാ ഇബ്രാഹിം ഖദ് സദഖ്ത റുയാ ഇന്നക ദാലിക നജ്സിയൽ മുഹ്സിനീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചുകൊണ്ട് പറയാണ്, ഇബ്രാഹിം, അല്ലാഹുവിന്റെ കൽപ്പനയെ ഖദ് സദഖ്ത യാ ഇബ്രാഹിം, താങ്കൾ അത് അംഗീകരിച്ചിരിക്കുന്നു, അതിനെ താങ്കൾ സത്യപ്പെടുത്തിയിരിക്കുന്നു. ഇന്നക ദാലിക നജ്സിയൽ മുഹ്സിനീൻ, അതുകൊണ്ട് താങ്കൾ മുഹ്സിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നു ഇബ്രാഹിം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. തന്റെ സ്വന്തം മകനെ കാത്തിരുന്ന് കാണാക്കിനയായി കിട്ടിയ തന്റെ മകനെ, വർഷങ്ങൾക്ക് ശേഷം ലഭിച്ച മകനെ, അള്ളാഹുവിന്റെ കൽപ്പന ഉണ്ടാകുമ്പോ ഒരു മടിയും കൂടാതെ കഴുത്തിൽ കത്തി വെച്ച്, നല്ല മൂർച്ചയുള്ള കത്തി ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴുത്തിലേക്ക് വെച്ച് അറുക്കാണ്. അറുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടുത്തുള്ള ഒരു പാറയിൽ ആ കത്തി കൊണ്ട് ഒന്ന് ആഞ്ഞറുത്തു നോക്കി, വെട്ടി നോക്കി, ആ പാറ രണ്ടായി പോയി. എന്നിട്ടും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കഴുത്തിൽ നിന്ന് ഒരു തുള്ളി ചോര പോലും പൊടിയുന്നില്ല. അല്ലാഹുവിന്റെ കൽപ്പന വരുന്നു, യാ ഇബ്രാഹിം സദഖ്ത റുയാ, ഇബ്രാഹിം നീ കൽപ്പനയെ സ്വീകരിച്ചിരിക്കുന്നു, അംഗീകരിച്ചിരിക്കുന്നു. നിന്റെ ഈ സമർപ്പണ ബോധം അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിമിനോട് പറയുകയാണ്, നീ മുഹ്സിനീകളുടെ കൂട്ടത്തിൽ ആയിട്ടുണ്ട് ഇബ്രാഹിം എന്ന് പറയുന്ന ചരിത്രമാണ്. അത് ഏറ്റവും മഹത്വരമായ ബലികർമ്മമാണ് എന്നും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു. പരീക്ഷണങ്ങളിൽ വിജയിച്ച ഇബ്രാഹിം നബിയെ അള്ളാഹു ലോക അവസാനം വരെയുള്ള മനുഷ്യർക്കിടയിൽ അള്ളാഹു പ്രകീർത്തിച്ചു. അള്ളാഹു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമെ പ്രശംസിച്ചു. ആ ബലിക്ക് പകരം അള്ളാഹു ഒരു ആടിനെ ഇറക്കി കൊടുക്കുകയും ആ ആടിനെ ബലികർമ്മം ചെയ്യുകയും ചെയ്തു. പ്രിയമുള്ള സഹോദരങ്ങളെ, ആ ചരിത്രത്തിന്റെ ബാക്കിയാണ്, ആ ചരിത്രത്തിന്റെ ഓർമ്മ പുതുക്കലാണ്, ആ ചരിത്രത്തിന്റെ ഏറ്റവും നല്ല ഉത്കൃഷ്ടമായ ആരാധന കർമ്മമാണ് ബലി എന്നുള്ളത്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പരിചയപ്പെടുത്തുന്നത്, വതറക്നാ അലൈഹി ഫിൽ ആഖിരീൻ സലാമുൻ അലാ ഇബ്രാഹിം. ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക്, ആ മനുഷ്യർക്കിടയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ മാറ്റി. ജീവിതത്തിൽ തീക്ഷ്ണമായ ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നു വന്നിട്ടും തളരാതെ പതറാതെ ജീവിച്ചു പോന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അല്ലാഹു സമാധാനത്തിന്റെ വാക്കുകൾ നൽകുകയും ആ ഒരു കർമ്മത്തെ ഏറ്റവും നല്ല രൂപത്തിൽ വിശ്വാസി സമുദായം ഏറ്റെടുത്തുകൊണ്ട് എല്ലാ ദുൽഹിജ്ജ മാസയിലും
അത് നിർവഹിക്കണമെന്നും അള്ളാഹുവിന്റെ കൽപ്പന പ്രിയമുള്ള സഹോദരങ്ങളെ ഉണ്ടാകുകയാണ്. ആ ഒരു ചരിത്ര സംഭവത്തിന്റെ ബാക്കി പത്രമാണ്, ഓർമ്മ പുതുക്കലാണ് ഉദുഹിയ എന്ന് പറയുന്നത്. ആ ഒരു അറിവിനെ ഏറ്റവും ഗൗരവത്തിൽ കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട്. ആ രൂപത്തിൽ അതിനുവേണ്ടി മനസ്സിനെ പാകപ്പെടുത്താൻ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ തയ്യാറാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ ഓരോരുത്തരെയും അതറിയിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ് വസിയ്യത്ത് ചെയ്യുക. ബലിയുടെ ചരിത്രവും അതിൻ്റെ ആവശ്യകതയും ഒക്കെയാണ് നമ്മൾ വിശദീകരിച്ചു വന്നത്. ഓരോ സമുദായത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിയമമാക്കിയ ഒരു ആരാധനയാണ് ബലി എന്ന് പറയുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആനിൽ അത് കൽപ്പിച്ചതായി നമുക്ക് കാണാൻ പറ്റും. വലികുല്ലി ഉമ്മത്തിൻ ജഅൽനാ, അങ്ങനെ തുടങ്ങുന്ന ഒരായത്ത് സൂറത്ത് ഹജ്ജിന്റെ 34-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഓരോ സമുദായത്തിനും നാം ഓരോ ആരാധന കർമ്മം നിശ്ചയിച്ചിട്ടുണ്ട്. അവർക്ക് ഉപജീവനത്തിനായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയിട്ടുള്ള കന്നുകാലികളെ അവന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് അറുക്കേണ്ടതിനു വേണ്ടി എത്രയതെന്നും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ ബലിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അള്ളാഹുവിലേക്കുള്ള സാമീപ്യവും അള്ളാഹുവിൽ നമ്മൾ നൽകുന്ന സമർപ്പണ ബോധമാണ് ബലിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഷെയ്ഖ് അബ്ദുറഹ്മാൻ നാസിർ അസ്സഅദി റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ കൗസറിന്റെ വിശദീകരണത്തിൽ പറഞ്ഞത് നമുക്ക് ഏറ്റവും ശ്രദ്ധേയമാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ എന്ന് പറയുന്നിടത്ത് ഹസ്സഹാതൈനിൽ ഇബാദതൈനി ബിദ്ദിക്രി ലിഅന്നഹുമാ മിൻ അഫ്ദലി ഇബാദതി വഅജല്ലിൽ ഖുർബ. ഈ രണ്ട് ആരാധനകളെ പ്രത്യേകമായി സ്മരിച്ചതിന്റെ കാരണം അവ രണ്ടും ആരാധനകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും നിന്റെ റബ്ബിലേക്ക് ഉന്നത സാമീപ്യം ലഭിക്കുന്നതുമാണ് എന്നാണ് ഷെയ്ഖ് നസ്രുദ്ദീൻ സഅദി റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ നിന്ന് വിശദീകരിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുലേക്ക് ഏറെ എളുപ്പത്തിൽ സാമീപ്യം നേടാൻ, അള്ളാഹുലേക്ക് അടുക്കാൻ ഏറ്റവും എളുപ്പമുള്ള രണ്ടു കർമ്മത്തെയാണ് ഈ ആയത്തിലൂടെ ഫസല്ലി റബ്ബിക വൻഹർ എന്ന ആയത്തിലൂടെ അവിടെ നിന്ന് വിശദീകരിക്കുന്നതാണ് ഷെയ്ഖ് നമ്മോട് പറഞ്ഞു തരുന്നത്. ബലികർമ്മത്തെ അള്ളാഹു ചേർത്തു വെച്ച് പറഞ്ഞത് അവനിലേക്ക് സാമീപ്യം തേടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തായ നിസ്കാരത്തോടൊപ്പമാണ്. അതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണെന്നതാണ്. നിസ്കാരം എത്രത്തോളം നിർബന്ധമാണോ അതുപോലെ നിർബന്ധമാണ് ബലികർമ്മം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. സഹോദരങ്ങളെ, ബലിയിൽ അടിമയുടെ അടുത്ത് അറുക്കാൻ സാധ്യമായതിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായതിനെ അറുത്തുകൊണ്ട് അള്ളാഹുലേക്ക് സാമീപ്യം ഉള്ളത് അതോടൊപ്പം മനസ്സിന് ഏറ്റവും ഇഷ്ടമുള്ളതും പിശുക്ക് കാണിക്കുന്നതുമായ സമ്പത്തും അതിനായി ചെലവഴിക്കലുമാണ് അതിന്റെ ലക്ഷ്യമെന്ന് മഹാനായ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇതിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം സഅദി തന്നെ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കുന്ന പ്രകാരമാണ്. നമ്മൾ ഏറ്റവും നന്നായി ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ ഏറ്റവും ഉത്കൃഷ്ടമായ ഭക്ഷണം, ആ ഭക്ഷണത്തെ ബലി നൽകാനും സമ്പത്തിൽ നമ്മൾ പിശുക്ക് കാണിക്കുന്ന സമ്പത്ത് ആ സമ്പത്തിന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും അങ്ങനെയുള്ളൊരു ചെലവഴിക്കലിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളിലുള്ള അള്ളാഹുലേക്ക് നമ്മൾ അടുക്കുന്ന സാമീപ്യവും നമ്മുടെ സമർപ്പണ ബോധവുമാണ് എന്നാണ് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അള്ളാഹു പറയുന്നത് പോലെ അതിന്റെ ഇറച്ചിയോ അതിന്റെ രക്തമോ അള്ളാഹുവിന് ആവശ്യമുള്ളതല്ല, പക്ഷേ അള്ളാഹുവിന് ആവശ്യമുള്ള നിങ്ങളുടെ ഹൃദയങ്ങളിലുള്ള തഖ്വയാണ് അള്ളാഹുവിന് ആവശ്യമെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മെ പഠിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിൽ കുടിയിരുന്നതും ആ തഖ്വയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നോക്ക്, ഓരോ വർഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം നമ്മളോട് കൽപ്പിച്ചിരുന്നെങ്കിലോ തന്റെ മകൻ അറുത്തു കൊടുക്കണമെന്ന് ഓരോ വർഷവും അല്ലാഹു നമ്മളോട് കൽപ്പിച്ചിരുന്നുവെങ്കിൽ എത്ര മക്കളെ നമ്മൾ അറുത്തു കൊടുക്കേണ്ടി വരുമായിരുന്നു. നമ്മുടെ മകനെയോ നമ്മുടെ മകളെയോ ഒരു അറവുകളിൽ കൊണ്ടുവച്ച് അവരുടെ കഴുത്തിൽ കത്തിവെക്കുന്ന രംഗം ഹൃദയം കൊണ്ട് പോലും ചിത്രീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാരുണ്യവാനായ റബ്ബ് അതിലൂടെ ഉദ്ദേശിച്ചത് എന്താണ്? നിങ്ങളുടെ മനസ്സിലുള്ള
തഖ്വയാണ്. അള്ളാഹുവിൽ നിങ്ങൾ എത്രത്തോളം സമർപ്പിക്കുന്നു എന്നതിന്റെ ഒരു അടിസ്ഥാനത്തെ, അതിന്റെ ആ ഒരു സാമീപ്യത്തെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളും തയ്യാറാകേണ്ടതുണ്ട്. നമ്മുടെ ഹൃദയം കൊണ്ട് നമുക്ക് തയ്യാറാകാൻ സാധിക്കണം. അള്ളാഹുവിന് ബലി നൽകാൻ ഓരോ വർഷവും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച കാര്യമാണ്. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നിടത്ത് നമുക്ക് നിർബന്ധമായ കർമ്മം, അതായത് കടം വാങ്ങിയിട്ടാണെങ്കിൽ പോലും നിങ്ങൾ ബലികർമ്മത്തിനും ഒരു ഷെയറിൽ ചേരണമെന്ന് പറയുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ അഭിപ്രായം പറയുന്ന ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത്രമേൽ പ്രാധാന്യമുള്ള ഒരു കർമ്മമാണ് ബലികർമ്മം എന്നുള്ളത്. ആ ഒരു ബലികർമ്മത്തിൽ അണിചേരാൻ നമ്മൾ മനസ്സുകൊണ്ട് തയ്യാറാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ നിയത്തെടുത്താൽ ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ആ കുറച്ചു ദിവസങ്ങൾ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമ്മൾ നിയത്താക്കി അതിൻ്റെ ഒരു ഷെയർ നമ്മൾ നൽകാൻ, ഒരു ആടിനെ വാങ്ങിക്കൊടുക്കാൻ കഴിയുള്ളവർ ഒരു ആടിനെയും അല്ലെങ്കിൽ ഒരു മൃഗത്തെ മൊത്തമായി, ഒരു ഉരുവിനെ അഥവാ ഒരു കാളയോ അല്ലെങ്കിൽ ഒരു പോത്തിനെയോ മൊത്തമായി കൊടുക്കാൻ കഴിയുള്ളവർ അങ്ങനെയും, അതല്ല ഒരു ഉരുവിൽ 7 വരെയുള്ള ഷെയറിൽ 7 ആളുകൾ ചേർന്നിട്ടെങ്കിലും അങ്ങനെയെങ്കിലും ഒരു ആ ഒട്ടകത്തെ കൊടുക്കാൻ സാധിക്കുന്നവർ അങ്ങനെയെങ്കിലും നിങ്ങൾ നൽകണമെന്നും അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുമ്പോൾ, വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ കഴിവുള്ളവർ ബലി നൽകണം എന്ന വിഷയത്തിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. നമുക്ക് മിച്ചം വന്നാൽ, നമ്മുടെ സമ്പത്തിൽ മിച്ചം വന്നാൽ, നമ്മുടെ ചെലവുകളിൽ നമ്മൾ ഒരു കൂട്ടുന്ന കുറച്ചു പൈസ നമുക്ക് ബാക്കിയുണ്ട് എങ്കിൽ അത് ചേർത്ത് വെച്ച് ഈ വർഷം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകാൻ ഞാൻ തയ്യാറാകുമെന്ന ഉറച്ച നീയത്തോടു കൂടിയാകണം ഇന്ന് നമ്മൾ പിരിഞ്ഞു പോകുന്നിടന്നാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അള്ളാഹുവിന്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാം, മൻ വജദ സഅതൻ ലിഅന്ന യുദ്ഹിയ ഫലം യുദ്ഹി ഫലാ യഹ്ദുറു മുസാലന. അൽബാനി സ്വഹീഹ് എന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ കാണാം, ഉദ്ഹിയത്ത് ചെയ്യാൻ കഴിവുണ്ടായിട്ടും ബലി അറുക്കാത്തവൻ നമ്മുടെ മുസല്ലയിലേക്കും വരേണ്ടതില്ല എന്ന്, അവന് പെരുന്നാളില്ല എന്ന്, പെരുന്നാൾ നമസ്കാരം അവന് ആവശ്യമില്ല എന്ന് പോലും പറഞ്ഞ് അത്രമേൽ ഗൗരവം കാണിച്ച വിഷയമാണ് ഈ ബലികർമ്മം. ഈ ബലികർമ്മം ഇസ്ലാം ഒരു ക്രൂരമതമായി ചിത്രീകരിക്കാനോ അല്ലെങ്കിൽ പ്രാണികളോട് ക്രൂരമായി കൊണ്ട് അതിനെ അറുത്തു കളയുന്നു എന്ന രൂപത്തിൽ ചിത്രീകരിക്കാനോ അല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച അൻആമുകളെ, മൃഗങ്ങളെ ഭക്ഷിക്കാൻ അല്ലാഹു തന്നെ അനുവാദം നൽകിയ ആ മൃഗത്തെ അല്ലാഹുവിന്റെ മാർഗത്തിൽ, അല്ലാഹുവിന് വേണ്ടി, ഒരു സൃഷ്ടിക്ക് വേണ്ടിയിട്ടല്ല, ഏതെങ്കിലും ജാറത്തിന്റെ മുമ്പിലോ ഏതെങ്കിലും പുഷ്പത്തിന്റെ മുമ്പിലോ ഏതെങ്കിലും കല്ലിന്റെയോ മുള്ളിന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് അറുക്കപ്പെടേണ്ടതല്ല. ആ ബലി എന്നതും ലോകൈകനാഥനായ അല്ലാഹുവിനും, ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, രാവും പകലും മാറി വരുന്നതിന് സംവിധാനം ഉണ്ടാക്കിയ ആ റബ്ബിനും നിങ്ങൾ ബലി നൽകണമെന്ന അല്ലാഹുവിന്റെ കൽപ്പനയെ പ്രിയമുള്ള സഹോദരങ്ങളെ എത്രത്തോളം നിസ്കാരത്തെ നമ്മൾ ഗൗരവമായി കാണുന്നുവോ അതിനോടൊപ്പം ചേർത്തു പറഞ്ഞ ആ ബലികർമ്മത്തെയും ഗൗരവമായി കാണാൻ നമ്മൾ തയ്യാറാകുക. ഇൻഷാ അല്ലാഹ് ഒരു ഷെയർ ഉദുഹിയയ്ക്ക് പള്ളിയിൽ കണ്ടിട്ടുള്ളത് 10,000 രൂപയാണ്. 7 പേർക്കാണ് ഒരു ഷെയറിൽ ചേരാൻ സാധിക്കുന്നത്, ഒരു ഉരുവിൽ ചേരാൻ സാധിക്കുന്നത്. 7 പേര് തയ്യാറാകണം. അതിലെ ഒരു ഉരുവിനെ മൊത്തം കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ നൽകണം, ഒരു ആടിനെ മൊത്തം കൊടുക്കാൻ കഴിയുന്നവർ അങ്ങനെ നൽകണം. ഇതിനൊന്നും സാധിക്കാത്തവരാണ് ഒരു ഷെയർ നൽകേണ്ടത്. ഒരു ഷെയറെങ്കിലും പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാകണം. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് അള്ളാഹുവിന്റെ പള്ളി ഒന്ന് കണ്ട് ആ മക്കയിലെത്തി ഹജ്ജ് കർമ്മത്തിനായി പോകുന്ന ആളുകളുണ്ട്. മനസ്സുകൊണ്ട് വല്ലാതെ നമ്മൾ കുതിക്കുന്നുണ്ട് അവിടേക്ക് എത്താൻ. അതുപോലെ അവിടെ നിർവഹിക്കുന്ന അതുപോലെ ഒരു പ്രതിഫലം നമുക്കും സാധ്യമാകണം. അതിനുവേണ്ടി നമ്മളും പരിശ്രമിക്കണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അതിനു മുന്നോടിയായി ദുൽഹിജ്ജയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണ് അള്ളാഹുവിനുള്ള ബലികർമ്മം എന്നുള്ളത്. ആ ബലികർമ്മത്തിൽ നമ്മൾ സജീവരാകുക, നമ്മുടെ ഷെയർ നമ്മളുടെ എത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ നിയ്യത്തിനെ ഏറ്റവും നല്ല ഫലപ്രദമായ രൂപത്തിൽ നിറവേറ്റാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിച്ച്
ബർക്കത്തുള്ള ഒരു ജീവിതത്തിന്റെ ഈ ദുനിയാവിലെ എല്ലാ വിഭവങ്ങളെയും ഒഴിവാക്കി അതിന്റെ ആഡംബരങ്ങളിൽ വീണുപോകാതെ പിശാചിന്റെ ശറിൽ നിന്ന് രക്ഷപ്പെട്ട് മുത്തഖികളായി ജീവിച്ച് സ്വർഗം കരസ്ഥമാക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയവർ, മരണപ്പെട്ടു പോയവർ, നമ്മുടെ കുടുംബക്കാർ, ഉറ്റമിത്രുകൾ, ഉമ്മ വാപ്പ, സഹോദരങ്ങൾ, അയൽവാസികൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭയാനകമായ നരക ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖബർ ശിക്ഷയിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സ്വർഗ്ഗത്തിന്റെ ഉന്നതമായ സ്ഥാനങ്ങൾ കൈവരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക അൻതൽ മുജീബു യാ ഖാദിയൽ ഹാജാത്ത്. آمين آمين برحمتك يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.